Hi, welcome to Numeral and Granith. 9th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ ആയ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന് എല്ലാം കൃത്യമായ വാല്യൂ ഉണ്ട് എന്നും അതേപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സിനെ ഫ്രാക്ഷനിലേക്ക് എക്സ്പ്രസ് ചെയ്യാനാവും എന്നുള്ളത് നമുക്കറിയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ, അതിനെ നമുക്ക് 5 ആണ് അതിന്റെ വാല്യൂ എന്നറിയാം. അതേപോലെ തന്നെ ആ നാച്ചുറൽ നമ്പറിനെ 5/1 എന്നുള്ള ഒരു ഫ്രാക്ഷനിലേക്ക് എഴുതാൻ സാധിക്കും. ശരിയല്ലേ? എന്നാൽ ചില നമ്പേഴ്സിനെ ഫ്രാക്ഷനിലെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെയാണ് ന്യൂ നമ്പേഴ്സ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതിനായി ആദ്യമായി ഞാൻ 2 സ്ക്വയേഴ്സ് വരച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഒരു സ്ക്വയറിന് 4 സൈഡ്സ് ആണുള്ളത്, അതേപോലെ തന്നെ 4 ആംഗിൾസ് ഉണ്ട്. എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളത്. 1 സെന്റിമീറ്റർ ആണ് ഒരു സൈഡെങ്കിൽ 4 സൈഡ്സും 1 സെന്റിമീറ്ററിനോട് ഈക്വൽ ആണ്. 2 സെന്റിമീറ്റർ ആണ് ഒരു സൈഡെങ്കിൽ 4 സൈഡ്സും 2 സെന്റിമീറ്റർ തന്നെയാണ്, അല്ലേ? അതേപോലെ തന്നെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് മീൻസ് എ ഇൻറ്റു എ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ശരിയല്ലേ? ഏരിയ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ ആണെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ 2 സെന്റിമീറ്റർ സൈഡ് ആണെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ശരിയല്ലേ? ഇത് തിരിച്ചാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിലോ, ഒരു സ്ക്വയറിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ സൈഡ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ സൈഡ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1, സൈഡ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1, ദാറ്റ് ഈസ് 1 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ 4 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ഈക്വൽ ടു 4 ആണ്. സോ സൈഡ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. സൈഡാണ് തരുന്നതെങ്കിൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഏരിയ ആണ് തരുന്നതെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കിട്ടും. അതല്ലേ രണ്ടിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഏത് സ്ക്വയറിന്റെ എടുത്താലും നമുക്ക് സൈഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഏരിയ അറിയാമെന്നുണ്ടെങ്കിൽ സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമുക്കറിയാം. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. ശരിയല്ലേ? ഇവിടെ നോക്കൂ, ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പർ ആണ് 1 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി 4 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 2 സെന്റിമീറ്റർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു സ്ക്വയറിന്റെ ഏരിയ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ വരിക? അപ്പോൾ ഏരിയ ഈക്വൽ ടു 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ സൈഡ് ഈക്വൽ ടു റൂട്ട് 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. ശരിയല്ലേ? ഇപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് 4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്, ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ റൂട്ട് 4 ഇസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയ സൈഡ് എന്ന് പറയുന്നത് 2 ആണ്, അതെന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഇവിടെ റൂട്ട് 2 എന്നാണ് നമുക്കുള്ളത്. റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനെ എന്തെഴുതാനായിട്ട് പറ്റില്ല, എക്സാക്റ്റ് അതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് മാത്രമല്ല ഇതിനെ ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോമിൽ വരുന്ന നമ്പറിനെ നമുക്ക് ന്യൂ നമ്പർ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു ന്യൂ നമ്പറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയറിന്റെ ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് ഡയഗണൽ എന്താണെന്ന് നോക്കാം. 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ ആണെങ്കിൽ ഓപ്പോസിറ്റ് കോർണേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡയഗണൽ ആണ്. ശരിയല്ലേ? എന്ന് മാത്രമല്ല ഒരു സ്ക്വയറിന്റെ 4 ആംഗിൾസ്
ഈക്വൽ ടു 90 ഡിഗ്രി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണ്. ഓക്കെ, അതായത് ബേസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്ററും ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. ഈ ട്രയാങ്കിളിൽ ഇവിടെ ഫോം ചെയ്യുന്നത് 90 ഡിഗ്രി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നുള്ളത്. അതായത് ബേസ് എന്ന് പറയുന്നത് 1 ആണ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2. ഇതാണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത് ഈ ഡയഗണലാണ്. സോ ഡയഗണൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതിനർത്ഥം ഡയഗണൽ എന്ന് പറയുന്നത് ഡയഗണൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. സോ ഡയഗണൽ ഇസ് ഈക്വൽ ടു √2 എന്ന് കിട്ടി. 1 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 ആണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഒരു √4 എന്നോ അല്ലെങ്കിൽ √9 എന്നോ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ √4 ഇസ് ഈക്വൽ ടു 2 എന്നും √9 ഇസ് ഈക്വൽ ടു 3 എന്നുമല്ല നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമായിരുന്നു. അതായത് ഡയഗണൽ ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്നോ അല്ലെങ്കിൽ ഡയഗണൽ ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ എന്നൊക്കെ എഴുതാം. ഇവിടെ ഡയഗണൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയതിന്റെ അർത്ഥം ഡയഗണൽ ഇസ് ഈക്വൽ ടു √2 സെന്റിമീറ്റർ എന്നുള്ളതാണ്. √2 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നമ്പറാണ്. അതുകൊണ്ട് ന്യൂ നമ്പറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം √2 എന്ന്. ഓക്കെ, ഇതിന്റെ വാല്യൂ നമുക്ക് അറിയില്ല എന്ന് മാത്രമല്ല ഇതിനെ ഒരു ഫ്രാക്ഷനിലേക്ക് എഴുതാൻ നമുക്ക് സാധിക്കില്ല. √2 എന്ന് പറയുന്ന ന്യൂ നമ്പറിനെ ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതാനായിട്ട് നമുക്ക് സാധിക്കില്ല. എന്ന് മാത്രമല്ല ഏതൊരു ഫ്രാക്ഷൻ എടുത്താലും അതിൻ്റെ എല്ലാം സ്ക്വയർ നമ്പറായിട്ട് √2 വരികയില്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് √2ന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു 14 സെന്റിമീറ്റർ ഉള്ള ഒരു സൈഡുള്ള ഒരു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 196 ആണ് അല്ലേ. അതേപോലെ തന്നെ 15 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 225 ആണ്. അപ്പോൾ നമ്മളതിനെ 1.4 എന്നാണ് എടുക്കുന്നതെങ്കിൽ 1.4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 14 സ്ക്വയർ, ദാറ്റ് ഈസ് 196 ആണ്. സോ 1.4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1.96 ആണ് എന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ 15 ആണ് നമ്മൾ സ്ക്വയർ എടുക്കുന്നതെങ്കിൽ 15 സ്ക്വയർ ഇസ് ഈക്വൽ ടു 225 എന്നാണ്. സോ 1.5 സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിൽ 2.25 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് നോക്കൂ, √2 എന്ന് പറയുന്ന ന്യൂ നമ്പറിന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ √4 ആണെങ്കിൽ നമുക്ക് 2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. √2 എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ഇടയിലായിരിക്കും വരിക? ഡയഗണൽ ആണ് √2. ഡയഗണൽ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. സോ 1.4 എന്ന് പറയുന്നത് 1.96ഉം 1.5 സ്ക്വയർ എന്ന് പറയുന്നത് 2.25 ആണ്. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയത് ഡയഗണൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്നാണ്. അതിനർത്ഥം എന്താ? 2 എന്ന് പറയുന്ന നമ്പർ, ദാറ്റ് മീൻസ് ഡയഗണൽ സ്ക്വയർ എന്ന് പറയുന്നത് 1.4 സ്ക്വയറിനും 1.5 സ്ക്വയറിനും ഇടയിലുള്ള വാല്യൂ ആണ് എന്നുള്ളതാണ്. ശരിയല്ലേ? എങ്ങനെയാണ് നമുക്കത് മനസ്സിലായത്? 1.96 എന്ന് പറയുന്നത് 2വിനോട് അടുത്താണ് കിടക്കുന്നത്. അതേപോലെ തന്നെ 2.25 എന്ന് പറയുന്നതും 2വിന് അടുത്തായിട്ടാണ് കിടക്കുന്നത്. ഒരു 1.96നോട് 0.04 നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 1.96നോട് 0.04 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 എന്ന് പറയുന്ന നമ്പറാണ്. ദാറ്റ് മീൻസ് ഡയഗണൽ സ്ക്വയർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ 2.25ൽ നിന്ന് 0.25 സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 ആണ്. ദാറ്റ് മീൻസ് ഡയഗണൽ സ്ക്വയർ ആണ്. ഓക്കെ, അതായത് 1.4 സ്ക്വയറിൻ്റെയും 1.5 സ്ക്വയറിൻ്റെയും ഇടയിൽ വരുന്നതാണ് ഡയഗണൽ സ്ക്വയർ. ദാറ്റ് ഈസ് 1.96ൻ്റെയും 2.25ൻ്റെയും ഇടയിൽ വരുന്നതാണ് 2. ഓക്കെ, ക്ലിയർ ആയില്ലേ?
ഇപ്പൊ നമുക്ക് കിട്ടിയത് 1.4 സ്ക്വയറിന്റെയും 1.5 സ്ക്വയറിന്റെയും ഇടയിൽ വരുന്ന നമ്പറാണ് ഡയഗണൽ സ്ക്വയർ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് 1.4 സ്ക്വയർ എന്ന് പറയുന്നത് 1.96 ആണ്, 1.5 സ്ക്വയർ എന്ന് പറയുന്നത് 2.25 ആണ്. ദാറ്റ് മീൻസ് 1.96ന്റെയും 2.25ന്റെയും ഇടയിൽ വരുന്ന നമ്പറാണ് 2. ദാറ്റ് മീൻസ് ഡയഗണൽ സ്ക്വയർ ആണെന്ന് കിട്ടി. ഓക്കെ, അതിനർത്ഥം 1.4ന്റെയും 1.5ന്റെയും ഇടയിൽ വരുന്ന നമ്പറാണ് √2 എന്ന് നമുക്ക് പറയാം. ഓക്കെ, 1.4 സ്ക്വയറിന്റെയും 1.5 സ്ക്വയറിന്റെയും ഇടയിൽ വരുന്ന നമ്പറാണ് ഡയഗണൽ സ്ക്വയർ, ദാറ്റ് ഈസ് 2 എന്ന് പറയുന്നത്. അതിനർത്ഥം 1.4 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.4ഉം 1.5 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5ഉം ആണ്. ഇതിന്റെ ഇടയിൽ വരുന്ന നമ്പറാണ് 2, ദാറ്റ് ഈസ് √2 എന്ന് പറയുന്നത്. സോ 1.4 ലെസ് ദാൻ √2 ലെസ് ദാൻ 1.5 ആണ് എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ പറഞ്ഞു 2.25നേക്കാളും കുറച്ചുകൂടി അടുത്ത് വരുന്ന നമ്പറാണ് 1.96. ശരിയല്ലേ? 0.04 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. പക്ഷെ 2.25ൽ നിന്ന് 0.25 സബ്ട്രാക്ട് ചെയ്താൽ 2 കിട്ടുള്ളൂ. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ലേ? 0.04 ആണ് കുറച്ചുകൂടി അടുത്ത് വരുന്നത്. 0.25 എന്ന് പറയുന്നത് കുറച്ച് ദൂരെ കിടക്കുന്ന നമ്പറാണ്. അതിനർത്ഥം 2ൽ നിന്ന് 1.96ലേക്കുള്ള ഡിസ്റ്റൻസ് ദൂരമാണ് ഏറ്റവും കുറവ്. 2ഉം 2.25ഉമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇതിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലാണ്. ഓക്കെ, അതിനർത്ഥം 1.4നും 1.5നും ഇടയിലാണ് √2ന്റെ വാല്യൂ. 1.4 സ്ക്വയറിന്റെയും 1.5 സ്ക്വയറിന്റെയും ഇടയിലാണ് 2ന്റെ വാല്യൂ. അതിനർത്ഥം 1.4ന്റെയും 1.5ന്റെയും ഇടയിലാണ് √2ന്റെ വാല്യൂ എന്ന് നമുക്ക് കിട്ടി. 1.96 എന്ന് പറയുന്നത്, അതായത് 1.4 സ്ക്വയർ ആയിട്ടുള്ള 1.96 ആണ് 2വുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. 2ഉം 2.25ഉം അതായത് 1.5 സ്ക്വയറുമായിട്ട് കുറച്ച് അകലെയാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ 1.4നും 1.5നും ഇടയിലാണ് √2 എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാം. √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.4ുമായിട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെയാണ് സിമ്പിൾ കൊടുക്കാറുള്ളത്. സോ √2ന്റെ എക്സാക്ട് വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനാവില്ല, അതായത് ഫ്രാക്ഷനിലേക്ക് എഴുതാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് √2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.4 ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, √2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഏകദേശ വില എന്ന് പറയുന്നത് 1.4 ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇവിടെ 3-4 ഡെസിമൽസിന്റെ സ്ക്വയർ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 1.4 സ്ക്വയർ എന്ന് പറയുന്നത് 1.96 ആണ്. 1.41 സ്ക്വയർ ദാറ്റ് ഈസ് 1.41 ഇൻറ്റു 1.41 എന്ന് പറയുന്നത് 1.9881 ആണെന്ന് എഴുതിയിട്ടുണ്ട്. 1.41 സ്ക്വയർ എന്ന് പറയുന്നത് 1.999396 ആണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1.4142 സ്ക്വയർ എന്ന് പറയുന്നത് 1.99996164 ആണ് എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് √2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.4 ആണ് എന്നുള്ളതാണ്. 1.4 സ്ക്വയർ എന്ന് പറയുന്നതാണ് 1.96, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു. അതായത് 2ന്റെ റൂട്ട് ദാറ്റ് ഈസ് √2 എന്ന് പറയുന്നത് 1.4 സ്ക്വയറിന്റെ റൂട്ട് ദാറ്റ് ഈസ് 1.4ഉമായിട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇവിടെ നോക്കൂ, 1.4 എന്ന് പറയുമ്പോൾ 1.96 ഉള്ളൂ. 1.41 സ്ക്വയർ എടുക്കുമ്പോൾ 1.9881 വന്നു. നമ്മൾ പറഞ്ഞു 1.96ഉമായിട്ട് 0.04 ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് 2 കിട്ടുള്ളൂ. അടുത്തത് നോക്കിയേ, 1.988 എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് വീണ്ടും കുറഞ്ഞു. ദാറ്റ് മീൻസ് 0.02 ഡിസ്റ്റൻസ് ഇവിടെ ഉള്ളൂ.
ഇനി 1.414 സ്ക്വയർ എടുക്കുമ്പോൾ 1.9993996, അതായത് 0.01 ഡിസ്റ്റൻസ് പോലും ഇല്ല ഈ 1.41 സ്ക്വയറുമായിട്ട്. ഓക്കെ, ഇനി 1.4142 സ്ക്വയർ എടുക്കുമ്പോഴും വീണ്ടും കുറഞ്ഞു അവിടെ ഡിസ്റ്റൻസ്, അതായത് 3 9 കഴിഞ്ഞിട്ടാണ് 396 വന്നത്. പക്ഷേ ഇവിടെ 4 9 കഴിഞ്ഞിട്ട് 6164 ആണ് വന്നത്. അതായത് ഇവിടെ നമ്മൾ ഡെസിമലിന്റെ പ്ലേസ് കൂട്ടുന്നതിനനുസരിച്ച് 2ഉമായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? 1.96ഉമായി ഇതാണ് 2 എങ്കിൽ 1.96ഉമായിട്ട് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ 1.41 എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് വീണ്ടും കുറഞ്ഞു, 1.414 എടുക്കുമ്പോൾ വീണ്ടും ഡിസ്റ്റൻസ് കുറഞ്ഞു, 1.4142 സ്ക്വയർ എടുക്കുമ്പോൾ വീണ്ടും ഡിസ്റ്റൻസ് കുറയുകയാണ്. അതായത് √2മായി ഏറ്റവും നിയറസ്റ്റ് ഇപ്പോൾ എഴുതിയ 4 ഡെസിമൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ √2മായി ഏറ്റവും നിയറസ്റ്റിൽ വരുന്ന ഡെസിമൽ എന്ന് പറയുന്നത് 1.4142 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ √2ന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.4142. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയ കുറച്ചുകൂടി നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ 1.4142 എക്സെട്ര എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 3 ഡെസിമൽ വരെ ഉള്ളതെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. സോ √2ന്റെ വാല്യൂ 1.414 എക്സെട്ര എന്ന് എഴുതിയാൽ മതിയാവും. ഓക്കെ, മിനിമം ഒരു 3 ഡിജിറ്റ്സ് എങ്കിലും 3 ഡെസിമൽ പ്ലേസ് വരെയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. 1.4142 എന്ന് പഠിച്ചാലും തെറ്റില്ല, എന്നാൽ മിനിമം ഒരു 3 ഡെസിമൽ പ്ലേസ് വരെയെങ്കിലും അറിഞ്ഞിരിക്കണം. സോ √2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഏകദേശ വില എന്ന് പറയുന്നത് 1.414 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ന്യൂ നമ്പേഴ്സിനുള്ള മറ്റ് എക്സാമ്പിൾസ് ആണ് √2, √3, √5, √7. ഓക്കെ, ഇപ്പോൾ √1 ആണുള്ളതെങ്കിൽ നമുക്കറിയാം √1 is equal to 1 ആണ് എന്നുള്ളത്, അതായത് അതൊരു നാച്ചുറൽ നമ്പർ ആണ്. √2 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ് മീൻസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ക്ലോസർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ മാത്രമേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെസിമൽ വാല്യൂ മാത്രമേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് √2 അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1.414 ആണ്. അതേപോലെ തന്നെ √3 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.732 ആണ്. ഇനി അടുത്ത നമ്പർ ആണെങ്കിൽ √4 ഈസ് ഈക്വൽ ടു 2 ആണ് എന്ന് നമുക്കറിയാം. അതായത് 2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അതല്ലാതെ വരുന്ന നെക്സ്റ്റ് നമ്പർ ആണ് √5 എന്ന് പറയുന്നത്. √5ന് നമുക്ക് എക്സാക്റ്റ് ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ക്ലോസർ ആയിട്ടുള്ള √5യുമായി ക്ലോസർ ആയിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനർത്ഥം √5ന്റെ ഒരു ഡെസിമൽ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെസിമൽ വാല്യൂ മാത്രമേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. സോ √5 അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 2.236. √6 എന്ന് പറയുന്നത് 2.449 ആണ്. ഓക്കെ, അതായത് ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്കൊരു നാച്ചുറൽ നമ്പറോ അല്ലെങ്കിൽ ഫ്രാക്ഷനോ ആയിട്ട് കിട്ടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ക്ലോസർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ മാത്രമേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനാവുള്ളൂ. അതിനർത്ഥം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള ഡെസിമൽ വാല്യൂസ് മാത്രമേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനാവുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ ക്ലോസർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ വാല്യൂ എന്നോ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെസിമൽ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. Okay. Next we move to our exercise questions. Page number 49. Question number 1. In the picture, the square on the hypotenuse of the topmost right triangle is drawn. Calculate the area and the length of a side of the square.
ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ബേസിൽ തന്നിരിക്കുന്നത്. അതിൽ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എന്നും ഓൾട്ടിറ്റ്യൂഡ് 1 മീറ്റർ ആണ്. ഇതിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്. ദാറ്റ് മീൻസ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. Base square plus altitude square, that is 1 square plus 1 square is equal to 1 plus 1, that is 2. Hypotenuse square is equal to 2 എന്നുള്ളതിന്റെ അർത്ഥം hypotenuse is equal to root 2 എന്നാണ്. അതായത് ഈ ബേസിലുള്ള ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 2 ആണ് എന്ന് കിട്ടി. സെക്കൻഡ് ആയിട്ടുള്ള തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 1 മീറ്ററും ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് 2 മീറ്റർ ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഒരു റൈറ്റ് ആംഗിൾ ആണ്. അതിനർത്ഥം അതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് റൂട്ട് 2 സ്ക്വയർ എന്നതാണ്. ദാറ്റ് ഈസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1ഉം റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുന്നത് 2ഉമാണ്. ദാറ്റ് ഈസ് 1 പ്ലസ് 2 ഈക്വൽ ടു 3 എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് സെക്കൻഡ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ കിട്ടിയ ഈ തേർഡ് ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറയുന്നത് 1 മീറ്ററും ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് 3 മീറ്ററും ആണ്. ഇതിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എഗെയിൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ തിയറം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് മീൻസ് 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3 സ്ക്വയർ എന്നാവും. ദാറ്റ് ഈസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1, റൂട്ട് 3 സ്ക്വയർ എന്ന് പറയുന്നത് 3യുമാണ്. ദാറ്റ് ഈസ് 1 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4. That is hypotenuse square. തേർഡ് ട്രയാംഗിളിന്റെ hypotenuse square എന്ന് പറയുന്നത് 4 ആണ് എന്ന് കിട്ടി. That is hypotenuse is equal to root 4, that is 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. Okay, then ഇനി തന്നിരിക്കുന്ന ഫോർത്ത് ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറയുന്നത് 1 മീറ്ററും ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 മീറ്ററും ആണ്. അതിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അഗൈൻ ഒരു പൈതഗോറസ് തിയറം, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് ഈസ് 2 സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 1 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അതായത് ഫോർത്ത് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് 5 ആണ് എന്നുള്ളതാണ്. സോ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, ഫോർത്ത് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 5 ആണ്. ഇതിനർത്ഥം ഏറ്റവും മുകളിലുള്ള സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 5 ആണ്. നമുക്കറിയാം സ്ക്വയറിന്റെ 4 സൈഡ്സും ഈക്വൽ ആണ്. സോ ഒരു സൈഡ് റൂട്ട് 5 ആണ് എന്നുള്ളതിന്റെ അർത്ഥം 4 സൈഡ്സും റൂട്ട് 5ഉമായിട്ട് ഈക്വൽ ആണ്. ഓക്കെ, നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്നുള്ളതാണ്. അതായത് ഈ തന്നിരിക്കുന്ന സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 5 ആണ്. അതിനോടൊപ്പം തന്നെ ഏരിയയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ് എന്നുള്ളത്. ശരിയല്ലേ? സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 5 ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 ആയിരിക്കും. സോ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 എന്ന് പറയുമ്പോൾ ഈ റൂട്ടാണ് നമുക്ക് പോകും. ദാറ്റ് ഈസ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5. റൂട്ട് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണ് ആ റൂട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? സൈഡ് ഇൻറ്റു സൈഡ് ആണ് സ്ക്വയറിന്റെ ഏരിയ. ദാറ്റ് ഈസ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5. ദാറ്റ് ഈസ് റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് തന്നിരിക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ്, ദാറ്റ് മീൻസ് എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് തന്നെ 4 സൈഡ്സും ഈക്വൽ ടു റൂട്ട് 5 സെന്റിമീറ്റർ, റൂട്ട് 5 മീറ്റർ ആണ് എന്നും, സോറി സെന്റിമീറ്റർ അല്ല, റൂട്ട് 5 മീറ്റർ ആണ് എന്നും, അതേപോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് മീൻസ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 മീറ്റർ സ്ക്വയർ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ,
Then next question, question number 2. A square is drawn on the altitude of an equilateral triangle of side 2 meters. What is the area of the square? What is the altitude of the triangle? What are the lengths of the other two sides of the triangle shown below? ഇവിടെ ഒരു സ്ക്വയറിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് 2 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളത്. 2 മീറ്റർ ആണ് ഒരു സൈഡ് എങ്കിൽ ബാക്കിയുള്ള 3 സൈഡ്സും 2 മീറ്റർ തന്നെയാണ്. ശരിയല്ലേ? ഇവിടെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 2 മീറ്റർ ഉള്ള ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ. ഒരു പെർപെൻഡിക്കുലർ ലൈൻ വെച്ച് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിനെ ട്രയാങ്കിളിന്റെ സൈഡിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്ന് മാത്രമല്ല അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയുമായിരിക്കും. സോ സ്ക്വയറിന്റെ സൈഡ് ആയിട്ടുള്ള ഇത് ഈ ട്രയാങ്കിളിന്റെ ബേസിന് പോയി പെർപെൻഡിക്കുലർ ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആംഗിൾസ് മേക്ക് ചെയ്യുന്നുണ്ട്. ആ ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ് എന്ന് മാത്രമല്ല 2 മീറ്റർ ഉള്ള ഈ സൈഡിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും. ദാറ്റ് മീൻസ് 1 മീറ്ററും 1 മീറ്ററുമായിട്ട് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും. ഇനി നമുക്ക് ഈ സ്ക്വയറിന്റെ ലെഫ്റ്റിൽ വരുന്ന ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്, ബേസ് 1 മീറ്റർ ആണ്, ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2ഉം ബേസ് 1ഉം ആണ്, ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്. സോ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അറിയാം, അത് ബേസും അറിയാം. അതുകൊണ്ട് തന്നെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. സോ 2 സ്ക്വയർ മൈനസ് ബേസ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ എന്ന് കൊടുക്കാം. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ആണ്. സോ ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു √3 മീറ്റർ ആണ്. Okay, altitude square is equal to 3. So altitude is equal to √3 meter. അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതായിരുന്നു, ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ് ഇത്. സോ ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു √3 മീറ്റർ എന്ന് കിട്ടി. ഈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്ക്വയറിന്റെ സൈഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതിനർത്ഥം ഈ സൈഡ് √3 ആണ് എന്നുള്ളതിൽ സ്ക്വയറിന്റെ 4 സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയും ഈ സൈഡ്സ് എല്ലാം √3യുമായി ഈക്വൽ ആണ് എന്ന് കിട്ടി. ഓക്കെ, സൈഡ് √3 ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ദാറ്റ് ഈസ് √3 ഇൻറ്റു √3 ആണ്. ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ദാറ്റ് ഈസ് √3 ഇൻറ്റു √3 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 സ്ക്വയർ. √3 സ്ക്വയർ ഈക്വൽ ടു 3 മീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്ക്വയറിന്റെ സൈഡ് ആണ്. സൈഡ് ഈക്വൽ ടു √3 മീറ്റർ എന്ന് കിട്ടി. ഇനി പറഞ്ഞിരിക്കുന്നത് സ്ക്വയറിന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ സ്ക്വയർ ആണ് കിട്ടി. ഓക്കെ, ഇതില് മൂന്നാമതായി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് 60 ഡിഗ്രിയും 30 ഡിഗ്രിയും ആണ്. ഈ ആംഗിൾസിന്റെ ഇടയിലുള്ള സൈഡ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ട്രയാങ്കിളിന്റെ മറ്റ് 2 സൈഡ്സ് ആണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളത്. ശരിയല്ലേ? രണ്ട് ആംഗിൾസ് 60യും 30യും ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് 60 പ്ലസ് 30 ദാറ്റ് ഈസ് 180 മൈനസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഇനി ഒരു സൈഡ് 2 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ
മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ തന്നിരിക്കുന്ന വേറൊരു പിക്ചറാണ് ഇത്. ഇതിൽ ഒരു സ്ക്വയറിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് വരുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിലെ സ്ക്വയറിന്റെ സൈഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇവിടെയും 90 ഡിഗ്രി തന്നെയാണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഈക്വൽ ആണ്. 3 ആംഗിൾസും ഈക്വൽ ടു 60 ഡിഗ്രി ആണ് എന്നറിയാം. സോ ഈ ആംഗിൾ 60 ആണ്, ഇവിടെയും 60 ആണ്, ഇവിടെയും 60 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ലെഫ്റ്റിലുള്ള ട്രയാങ്കിൾ ആണ്. ഇവിടെയുള്ള ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഈ ട്രയാങ്കിളിന്റെ ആംഗിളും 90 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇവിടെ തന്നിരിക്കുന്ന ആംഗിളും 60 ഡിഗ്രി ആണ്. ഇനി ടോപ്പിലുള്ള ആംഗിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ 2 ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. ദാറ്റ് മീൻസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സ്പ്ലിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈക്വൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 60 ഡിഗ്രിയെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 30 ഡിഗ്രി ആയിട്ട് മാറുകയാണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. സോ ഈ ആംഗിൾ 30 ഡിഗ്രി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കൂ, ഇത് 30യും ഇത് 60 ഡിഗ്രിയുമാണ്. 60യുടെയും 30യുടെയും ഇടയിലുള്ള സൈഡ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഇവിടെ നോക്കൂ, 60യുടെയും 30യുടെയും ഇടയിലുള്ള സൈഡ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. 60യുടെയും 30യുടെയും ഇടയിലുള്ള സൈഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെയും 2 തന്നെയാണ്. ഇതിനർത്ഥം എന്താ? ഈ സ്ക്വയറിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് കിടക്കുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് 30യുടെയും 60യുടെയും ഇടയിലുള്ള ഈ സൈഡ് 2 ആണ്. അതിനർത്ഥം 60യുടെയും 90യുടെയും ഇടയിലുള്ള സൈഡ് 1 ആണ്. സോ 60യുടെയും 90യുടെയും ഇടയിലുള്ള സൈഡ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അതേപോലെ തന്നെ 30യുടെയും 90യുടെയും ഇടയിലുള്ള സൈഡ് എന്ന് പറയുന്നത് √3 ആണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ 90യുടെയും 30യുടെയും ഇടയിലുള്ള സൈഡ് √3 ആണ്. സോ ഇവിടെയും √3 ആണ് എന്ന് മനസ്സിലായി. സോ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് 90, 60, 30 ആണെന്നും 3 സൈഡ്സ് എന്ന് പറയുന്നത് 2, √3, 1 ആണ് എന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.